കഷ്ടമാണെന്ന് വിചാരിച്ചാൽ എല്ലാം കഷ്ടമാണ്, ഈസിയാണെന്ന് വിചാരിച്ചാൽ എല്ലാം ഈസിയുമാണ്. അപ്പം ഞാൻ എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാവോ? അറിയില്ല. ഇതും ഒരു ട്രാവൽ വീഡിയോ ആണ്, പക്ഷേ അടുത്തൊന്നും അല്ലാന്നേ ഉള്ളൂ. 8 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് ഹസിൻ്റെ വീട്ടിലോട്ട്. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് ഹസിൻ്റെ വീട്ടിലോട്ട് അങ്ങ് തഞ്ചാവൂരിലോട്ട് ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ദേ ഭാരതായിരുന്നു ചൂസ് ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ വന്ദേ ഭാരതിലൊന്ന് എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട്. അതിലാവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, കംഫർട്ടബിളാണ്, ഫുഡ് കൃത്യസമയത്തിന് കിട്ടും, ഒരു സേഫ്റ്റി ഫീലുണ്ട്. കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ ഒരു സേഫ്റ്റി ഫീൽ, അല്ലാതെ മറ്റു ട്രെയിൻ കൊള്ളില്ലാന്ന് ഞാൻ പറയുന്നില്ല. വാവ ഹാപ്പിയാണ്, യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ ഹാപ്പി, എൻജോയ് ചെയ്യും. അമ്മ എവിടെ പോകുന്നു അവിടെ ഞാൻ, അതായിരിക്കും കുഞ്ഞുങ്ങളുടെ പോളിസി. എത്ര തന്നെ ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യമാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഹസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ സങ്കടം. ജനിച്ചു വളർന്ന വീട് എൻ്റേതെന്ന് പറയാനൊരു ഡൗട്ടും, കയറിപ്പോയ വീട് എൻ്റേതാണെന്ന് പറയാനുള്ള ഒരു അത് എപ്പോഴും ഉണ്ടായിരിക്കും. അത് മാറാൻ ഇനി ഒത്തിരി ദിവസം എടുക്കും അല്ലേ? എത്ര തന്നെ നിൻ്റെ വീടാന്ന് പറഞ്ഞാലും ഇച്ചിരി കഷ്ടമാണ്.